ഇപ്പൊ ഇത് 4ാമത്തെ GD ആണ്, റീജിയൻ വൈസ് നടക്കുന്ന 4ാമത്തെ GD ആണ്. ഐപാഡിന്റെ 1ാമത്തെ സീരീസ് മുതൽ ഇറങ്ങിയിട്ടുള്ള ലാസ്റ്റ് സീരീസ് ഐപാഡിൽ തന്നെ. അതാണ് ക്ലോക്ക്. എത്ര നേരം ഡിലേ ചെയ്യണം, ഫ്രീക്വൻസി, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ എയർപോർട്ട് പ്രോന്റെ റിപ്പയറിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം അടുത്ത് കേട്ടോ. ഇത് ഷോർട്ടായിട്ട് ചില കേസിൽ വരലുണ്ട്. അങ്ങനെയുള്ള എന്ത് ചെയ്യുക, ഞങ്ങൾ കസ്റ്റമറെ കൺവിൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വാങ്ങി വെക്കുക. എൻ്റെ പേര് അമാനിയ എന്നാണ്. ഞാൻ തിരൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജൂൺ ബാച്ച് 2024 പഠിച്ചിരുന്നത്. പിന്നെ ഈ ഒരു ഫീൽഡിൽ പെൺകുട്ടികളാരും ഇല്ലാത്തത് കാരണം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നു. പക്ഷെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ ഇറങ്ങിയത് തന്നെ. ഇങ്ങനത്തെ ഒരു ക്ലാസ് എനിക്ക് ഭയങ്കര ഉപകാരമാണ്. ഇങ്ങനത്തെ ക്ലാസ്സൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു GD എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു ഇതാണ്. ഞാൻ തിരൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. പേര് ഇർഫാൻ. ഇവിടെ വന്നപ്പോൾ എനിക്ക് കൂടുതലും GDയിൽ ഇവിടെ ഉൾപ്പെടുത്തപ്പോൾ എനിക്ക് മറ്റേ സാറിൻ്റെ ക്ലാസ് കൂടുതൽ ഇഷ്ടപ്പെട്ട്. മുർഷിദ് സാറിൻ്റെ ഓരോന്ന് എക്സ്പ്ലനേഷനും എയർപോർട്ടിനെ കുറിച്ചുള്ള ക്ലാസ്സും ഐവാച്ചിനെ കുറിച്ചുള്ളതും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതായി. പിന്നെ ഇനി ഒരു പേര് കൊടുക്കാൻ നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓൾറെഡി സാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞന്ന് ആ വഴിയിലൂടെ ചെയ്താൽ മതി എന്നുള്ളത്. പിന്നെ നമ്മളെ ഷാൻകുമാർ സാറിൻ്റെ ഇടയ്ക്കുള്ള ചോദ്യങ്ങൾ, അതും നമുക്കൊരു